ധാരാളം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. ജസ്റ്റ് അതിൻ്റെയൊക്കെ ഒന്ന് പേരൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനിയും യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ സാധാരണ പ്രവർത്തനത്തിന് ആവശ്യമില്ല എങ്കിലും നമുക്കിപ്പോൾ സാധാരണ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. ഒരു പനി വരുമ്പോഴാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. അങ്ങനെ ചില ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഗ്രാമുകളെ പറയുന്ന പേരാണ് യൂട്ടിലിറ്റി പ്രോഗ്രാംസ്. കമ്പ്യൂട്ടറിന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന പ്രോഗ്രാമുകൾ. അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കോഡ് എന്ന് പറഞ്ഞാൽ ABCD എന്നോർത്താണ്. യൂട്ടിലിറ്റീസ് എന്താണെന്ന് ചോദിച്ചാൽ ABCD ആണ് എൻ്റെ ആൻസർ. ABCD. അപ്പൊ എന്താണ് ഈ ABCD? A എന്ന് പറഞ്ഞാൽ ആന്റിവൈറസ്, B എന്ന് പറഞ്ഞാൽ ബാക്കപ്പ് യൂട്ടിലിറ്റി, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ യൂട്ടിലിറ്റി, D എന്ന് പറഞ്ഞാൽ ഡിസ്ക് ഡീഫ്രാഗ്മെന്റ്. ഈ 4 കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇനിയും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എത്ര തരമുണ്ട്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ജനറൽ പർപ്പസും സ്പെഷ്യൽ പർപ്പസും. ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം. ഇപ്പോൾ സ്കൂളിൽ ഉപയോഗിക്കാം, ബാങ്കിൽ ഉപയോഗിക്കാം, വ്യാപാര സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കാം. ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ ആണ് വേഡ്. അപ്പോൾ അത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഡ് പാക്കേജ്, പിന്നെ സ്പ്രെഡ്ഷീറ്റ് പാക്കേജ്, അതായത് നമുക്ക് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യേണ്ട എക്സൽ ഷീറ്റ് ഒക്കെ വരുന്നതാണ് സ്പ്രെഡ്ഷീറ്റ് പാക്കേജ്. അതേപോലെ തന്നെ നമുക്കൊരു പ്രസന്റേഷൻ ഉണ്ടാക്കണം, പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കണം, അതാണ് പവർ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. പിന്നെ ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ, പിന്നെ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർസ്. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വരുന്നത് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർസിനകത്താണ് വരുന്നത്. ഇനി സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർസ്. ഉദാഹരണത്തിന് ജോലിക്കാരുടെ ശമ്പളം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേറോൾ സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ അവരുടെ വിവരങ്ങളൊക്കെ അവരുടെ വിവരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിനെ സംബന്ധിച്ചുള്ള അപ്ഡേഷൻസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് HR സോഫ്റ്റ്വെയർ, പിന്നെ ബാങ്കിങ്ങിന് വേണ്ടി പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, റെയിൽവേ റിസർവേഷന് വേണ്ടി പ്രത്യേകം ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. ഇതെല്ലാം സ്പെഷ്യൽ പർപ്പസ് സോഫ്റ്റ്വെയറുകളാണ്, പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയർസാണ്. അപ്പോൾ അതാണ് അതിനകത്തിൽ. ഇനി എന്താണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട എന്നത് കൂടാതെ ഇതിന്റെ കോഡുകളും ഒക്കെ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. ഇതിനകത്ത് മോഡിഫിക്കേഷൻ വരുത്തുകയൊക്കെ ചെയ്യാം. അത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയറുകളാണ് പറയുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഓപ്പൺ സോഫ്റ്റ്വെയർസ്. ലിനക്സ്, മോസില, ഫയർഫോക്സ് ഇതൊക്കെ ഫ്രീ സോഫ്റ്റ്വെയർസ് ആണ്. ഓപ്പൺ ഓഫീസ് ഇങ്ങനെയുള്ളതൊക്കെ ഫ്രീ സോഫ്റ്റ്വെയർസ് ആണ്. അതുപോലെ തന്നെ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. ഫ്രീ സോഫ്റ്റ്വെയർ തന്നെ പലതരം ഫ്രീഡം 0, ഫ്രീഡം 1, ഫ്രീഡം 2, ഫ്രീഡം 3. അപ്പോൾ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ വർക്ക് ചെയ്ത് നോക്കാനുള്ള ഫ്രീഡമാണ് ഫ്രീഡം 0. അതിനുശേഷം അത് ഷെയർ ചെയ്ത് മറ്റേ ആൾക്കാർക്ക് കൊടുക്കുക, അതായത് അതിനകത്തിൽ മോഡിഫിക്കേഷൻ എന്തെങ്കിലും നടത്താനുള്ള അതിനുള്ള ഫ്രീഡം ഉണ്ട്. നമുക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഇങ്ങനെ ഓരോ ഫ്രീഡത്തിനനുസരിച്ചിട്ടാണ് 1 2 3 0 1 2 3 എന്നുള്ള ഒരു ഓർഡർ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കണം. അതുപോലെ എന്താണ് ഫ്രീ വെയർ അല്ലെങ്കിൽ ഷെയർ വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ വെയർ അല്ലെങ്കിൽ ഷെയർ വെയർ അതും ചോദിക്കും. അപ്പോൾ ഫ്രീ വെയർ അല്ലെങ്കിൽ ഷെയർ വെയർ എന്ന് പറഞ്ഞാൽ അതും ഈ ഫ്രീ സോഫ്റ്റ്വെയറും തമ്മിൽ എന്താണ് വ്യത്യാസം? ഫ്രീ വെയർ അല്ലെങ്കിൽ ഷെയർ വെയർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങ് തരികയല്ല, നമുക്കൊരു ലിമിറ്റഡ് പീരീഡിലേക്ക് മാത്രം അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് തരുന്നു. അതിനുശേഷം അവർ പൈസ ചാർജ് ചെയ്യും അത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ. അത് മാത്രമല്ല, ചില ടൈപ്പ് ഫ്രീ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ തരത്തുള്ളൂ, എല്ലാ ഓപ്ഷൻസും തരികയില്ല. അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളെല്ലാം ഷെയർ വെയർ എന്നൊക്കെ നമ്മളതിന് പറയുന്നത്. ഇനി ചിലപ്പോൾ ട്രയൽ പീരീഡ് ഒക്കെ തരും, 14 ദിവസം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് എക്സ്പയർ ആയി പോകും. അങ്ങനെയൊക്കെയുള്ള സോഫ്റ്റ്വെയറുകളാണ് ഷെയർ വെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. അവർ കച്ചവടത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അത് അതിന് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. നമുക്കതെടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അവരുടെ അനുമതി കൂടാതെ അത് ഉപയോഗിക്കാൻ സാധ്യമല്ല.
അത്തരം സോഫ്റ്റ്വെയറുകളാണ് പറയുന്നത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. ഉദാഹരണം വിൻഡോസ്. ഇനിയും ഉള്ളത് ഹ്യൂമൻ വെയർ ആണ്. ഹ്യൂമൻ വെയർ എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ, അതായത് മനുഷ്യർ, ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന മനുഷ്യർ. അതിനകത്ത് സിസ്റ്റം എഞ്ചിനീയേഴ്സ് കാണും, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ കാണും, സിസ്റ്റം അനലിസ്റ്റ് കാണും, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ കാണും, സിസ്റ്റം യൂസ് ചെയ്യുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കാണും. ഇവരെയൊക്കെയാണ് നമ്മൾ പറയുന്നത് ഹ്യൂമൻ വെയർ. അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന മനുഷ്യരെയാണ് പറയുന്നത് ഹ്യൂമൻ വെയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് പ്രിൻസിപ്പിൾസ്, അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോബ്ലം സോൾവിങ് ആൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതാണ് ആ മൂന്നാമത്തെ ചാപ്റ്റർ. അതിനകത്ത് പറയുന്ന പ്രധാനമായിട്ടും ആദ്യം തുടക്കത്തിൽ ബോട്ടം അപ്പ് അപ്രോച്ച് എന്താണ്, ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്താണെന്നൊക്കെയാണ് പറയുന്നത്. ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു പ്രോബ്ലത്തിനെ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഓരോ ചെറിയ ചെറിയ ഘടകങ്ങളിലേക്ക് പോകുന്നു, താഴേക്ക് പോകുന്നു, ബ്രേക്ക് ചെയ്ത് പോകുന്നു. എന്നിട്ട് ഓരോന്നിനും പ്രത്യേകം സൊല്യൂഷൻ കണ്ടുപിടിക്കും. ബോട്ടം അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ നിന്നുള്ള ചെറിയ ഓരോ യൂണിറ്റുകളെ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു വലിയ യൂണിറ്റ് ആക്കി മാറ്റുന്നു, വലിയ പ്രോഗ്രാം ആക്കി മാറ്റുന്നു. അങ്ങനെയുള്ള അപ്രോച്ചുകൾ ഉണ്ട്, രണ്ട് തരത്തിലുണ്ട്. ഇത് നമ്മൾ ഓരോ പ്രോഗ്രാമിങ്ങിലും ഓരോ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഇനിയും അതിനകത്തിലെ 7 സ്റ്റെപ്പുകളുണ്ട്. ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ 7 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യം തന്നെ അത് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി അതിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്, പ്രോബ്ലം സോൾവിങ്. പിന്നെ അതിനുശേഷം നമ്മൾ അൽഗോരിതവും ഫ്ലോ ചാർട്ടും അതിനകത്തിൽ നിന്ന് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമ്മൾ കോഡ് ചെയ്യുന്നു, പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഡീബഗ് ചെയ്യുന്നു, അതിന്റെ തെറ്റുകൾ കണ്ടുപിടിച്ച് ഇല്ലാതാക്കുന്നു. എക്സിക്യൂഷനാണ്, അതിന് ശേഷം എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് നടത്തുന്നു, അതിനുശേഷം ഡോക്യുമെന്റേഷൻ. ഈ 7 സ്റ്റെപ്പുകളാണ് നമ്മൾ അതിനകത്തിൽ ചെയ്യേണ്ടത്. അതുപോലെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. ഫ്ലോ ചാർട്ടിന്റെ എന്താണ് ഗുണങ്ങൾ, ഫ്ലോ ചാർട്ടിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു തവണ നമുക്കത് തിരുത്തണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഫ്ലോ ചാർട്ട് മുഴുവൻ നമ്മൾ പുതിയതായിട്ട് വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അൽഗോരിതം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ 1 2 3 നമ്പർ ഇട്ട് എഴുതുന്നതിനാണ് പറയുന്നത് അൽഗോരിതം. അതിനെ ചിത്രമാക്കി വരയ്ക്കുന്നതിനാണ് പറയുന്നത് ഫ്ലോ ചാർട്ട്. അപ്പം നിങ്ങൾ ഫ്ലോ ചാർട്ടിന്റെ സിമ്പിൾസ് നിർബന്ധമായിട്ടും പഠിച്ചോണം. ഫ്ലോ ചാർട്ട് സിമ്പിൾസ് ചോദിക്കും. ചിലപ്പോൾ ഫ്ലോ ചാർട്ടുകൾ എഴുതിയിട്ട് അതിന്റെ കോളംസ് ഒക്കെ ചില ഏതെങ്കിലും ബ്ലോക്കുകൾ ഫില്ല് ചെയ്യാതെ വരും, അത് ഫില്ല് ചെയ്യാനായിട്ടുള്ള അങ്ങനെ ചോദിക്കാം. പിന്നെ ഫ്ലോ ചാർട്ടിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഒരു പ്രോബ്ലത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് പിക്ചറാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അതുകൂടെ നോക്കിക്കോണം. ഇനിയും സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡ് ആക്കുന്നതിനെ എന്തെന്നാണ് പറയുന്നത്, അതാണ് ട്രാൻസ്ലേഷൻ. അപ്പൊ സോഴ്സ് കോഡിനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ എന്ത് കിട്ടും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് കോഡാണ് കിട്ടുന്നത്. അതുപോലെ ഈ സ്റ്റെപ്പിലെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തോണം. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എററുകൾ സംഭവിക്കും. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ, ഈ 3 കാര്യങ്ങളാണ്. അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 3 എറേഴ്സ് നോക്കിക്കോണം. സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ. ഈ 3 എറേഴ്സ് നോക്കിക്കോണം. ഇനിയും ഡോക്യുമെന്റേഷൻ ആണ് അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്, ഇന്റേണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. ഇന്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാമിനോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം എപ്പോൾ ഡെവലപ്പ് ചെയ്തു, ഇതാര് ഡെവലപ്പ് ചെയ്തു, ഇത് എന്തിനെ പറ്റിയുള്ള പ്രോഗ്രാമാണ്, അതിന്റെ ഓരോ ഭാഗങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് തന്നെ കമന്റുകളായിട്ട് എഴുതി വെക്കും. അതിനെയാണ് ഇന്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ഒരു ക്ലയന്റിനോ അല്ലെങ്കിൽ വേറൊരാൾക്കോ കൈമാറ്റം ചെയ്യുമ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടൊരു കാറ്റലോഗ് പോലെ നമ്മൾ കൊടുക്കുന്ന ഒരു യൂസർ മാനുവലും ഒക്കെ വരുന്ന ഭാഗങ്ങളെയാണ് പറയുന്നത് എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ.
ഇനിയും ഒരു അൽഗോരിതത്തിന്റെ അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ടിന്റെ പെർഫോമൻസ്, അൽഗോരിതത്തിന്റെ മതി, അൽഗോരിതത്തിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്, എങ്ങനെ അത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും? അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന് സ്പേസും ഒന്ന് ടൈമും. അത് എത്ര സ്പേസ്, മെമ്മറിയുടെ എത്ര സ്പേസ് ഇത് അപഹരിക്കുന്നു, ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര സമയമെടുക്കുന്നു, സ്പേസ് ആൻഡ് ടൈം. ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു അൽഗോരിതത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ആ അൽഗോരിതത്തിന്റെ എന്താ പറയുന്നത്, അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള രണ്ട് മാർഗങ്ങളാണ്. അത് ബേസ് ചെയ്തിട്ടാണ് ആ അൽഗോരിതം നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അത് കൂടുതൽ മെമ്മറി എടുക്കാനും പാടില്ല, വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മളുടെ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനകത്തിൽ നിന്നും ഈ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് വരാവുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ കൂടി ചിലപ്പോൾ അൽഗോരിതം ചോദിക്കും. ഏതെങ്കിലും ഒരു പ്രോബ്ലം എന്നിട്ട് എൻ്റെ അൽഗോരിതം എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് എഴുതാൻ ചോദിക്കും. എൻ്റെ സിമ്പിൾസ് ഒക്കെ നോക്കിക്കോണം. അൽഗോരിതം സ്റ്റാർട്ടും സ്റ്റോപ്പിനും ഒക്കെ ഒരേ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ആയിരിക്കും, ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പ് ആയിരിക്കും. അതിന് രണ്ടിനും ഒരു സിമ്പലാണ്, ടെർമിനൽ എന്ന് പറയും. പിന്നെ ഡിസിഷനൊക്കെ ഡയമണ്ട് സിമ്പലാണ്. അങ്ങനെയുള്ള സിമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്തോണം. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിങ്ങിലെ 7 സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കാര്യം ഓർത്താൽ മതി. നിങ്ങൾ ഒരു ദിവസം ഈ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു PPU ആയിട്ട് നിങ്ങൾ ക്ലാസ്സിൽ പോയിരുന്നു. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ അവിടെ വന്നു. അപ്പോൾ ക്ലാസ് ടീച്ചർ ഇത് കണ്ടിട്ട് PP ക്ലാസ് ടീച്ചർ എടുത്ത് എങ്ങനെയാണ് PP ക്ലാസ് ടീച്ചർ. അപ്പൊ PP എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിൾസ്, അത് കഴിഞ്ഞൊരു P എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ആണ്. ഫസ്റ്റ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, രണ്ടാമത്തത് പ്രിപ്പയറിംഗ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, അത് കഴിഞ്ഞിട്ട് വരുന്നത് CT ആണ്. അപ്പോൾ കോഡിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ, അതിനാണ് നമ്മൾ ക്ലാസ് ടീച്ചർ എന്ന് പറയുന്നത്. ഇനി ദേഷ്യപ്പെട്ട് എടുത്ത് ദൂരെ എറിഞ്ഞു. ഇങ്ങനെ ഓർത്താൽ മതി. PP ക്ലാസ് ടീച്ചർ ദേഷ്യപ്പെട്ട് എടുത്ത് ദൂരെ എറിഞ്ഞു. ഇപ്പൊ എല്ലാ കാര്യങ്ങളും അതിനകത്താവും. PP എന്ന് പറയുമ്പോൾ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, അതിനുശേഷം പ്രിപ്പയറിംഗ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, അതിനുശേഷം കോഡിങ്, അതിനുശേഷം ട്രാൻസ്ലേഷൻ, അതിനുശേഷം എറർ ഉണ്ടാവും, എറർ ഇല്ലാതാക്കണം, ഡീബഗ്ഗിങ്, ഡീബഗ്ഗിങ്ങിന് ശേഷം എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്, അതിനുശേഷം ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ തുടർ പ്രക്രിയയാണ്, തുടക്കം തൊട്ടേ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഓൺഗോയിങ് പ്രോസസ്സിനെയാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഡ് ഓർത്തിരിക്കുക. കോഡ് എന്താണെന്ന് ഒന്നുകൂടെ പറയാം. PP ക്ലാസ് ടീച്ചർ ദേഷ്യപ്പെട്ട് എടുത്ത് ദൂരെ എറിഞ്ഞു. ഇപ്പൊ PP CT DED നോർത്താണ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ, നാലാമത്തെ ചാപ്റ്ററാണ്. നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ C++ന്റെ ഭാഗമാണ് ഇനി അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നത്. C++ലേക്ക് പോകാം. C++ൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ടോക്കൺസ് എന്താണ്, അതാണ് പ്രധാനമായിട്ടും ആദ്യം തന്നെ വരുന്നൊരു ചോദ്യം. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ്, ടോക്കൺസ് എന്താണ്, അത് എത്ര തരമുണ്ട്. അതിനുശേഷം അതിനകത്ത് ചോദിക്കാവുന്ന IDE എന്ന് പറഞ്ഞാൽ എന്താണ്. അത് നമ്മൾ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാനും അത് റൺ ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും അത് ടെസ്റ്റ് ചെയ്യാനും എററുകൾ തിരുത്താനും കമ്പൈൽ ചെയ്യാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എൻവയോൺമെന്റിനെ പറയുന്ന പേരാണ് IDE എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്കൊരു ഷോർട്ട് ഫോം വേണമെങ്കിൽ ഓർത്തിരിക്കാൻ, ടോക്കൺസ് ഓർത്തിരിക്കാൻ വേണ്ടി കിൽപോ എന്ന് പറയും. കിൽപോ, പോയി കൊല്ല് എന്നുള്ള ഒരു അർത്ഥത്തിൽ കിൽപോ എന്ന് ഉപയോഗിക്കാം. കീവേഡ്, ഐഡന്റിഫയർ, ലിറ്ററൽ, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ വേണമെങ്കിൽ അത് ഓർത്തിരിക്കാം. നിങ്ങളുടെ സൗകര്യം, ഞാൻ എളുപ്പത്തിന് വേണ്ടി പറയുന്നേ ഉള്ളൂ.
ഇനി അഞ്ചാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡേറ്റ ടൈപ്പ്, ഡേറ്റ ടൈപ്സ് ആണ്. ഡേറ്റ ടൈപ്പ് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ് ഉണ്ട്, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ഉണ്ട്. ഫണ്ടമെന്റൽ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ഡേറ്റ ടൈപ്പ് ഇന്റ്, ഫ്ലോട്ട്, ഡബിള്, ക്യാർ, വോയിഡ്, ഇതാണ് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ്. ഇനി ഡിറൈവ്ഡും യൂസർ ഡിഫൈൻഡ് ഒന്നും നിങ്ങൾക്ക് ഇപ്പം ആവശ്യമില്ല, എങ്കിലും ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഡിറൈവ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റ ടൈപ്പിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന വേറെ ഡേറ്റ ടൈപ്പിനെയാണ് പറയുന്നത് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ സ്ട്രക്ചർ അങ്ങനെയൊക്കെ ഉള്ളതാണ് അതിനകത്ത് വരുന്നത്, അതൊന്നും ഇപ്പം ആവശ്യമില്ല. ഇനി നിങ്ങൾ അതിനകത്തിൽ ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യം, ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പറേറ്റർ ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻ മാർക്കും ഒരു കോളനും കൂടെ ഉള്ള ഒരു ഓപ്പറേറ്റർ ഉണ്ട്, ഈഫിന് പകരം ഉപയോഗിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്യണം, അത് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഈഫിൽ നിന്നും ടെർണറി ഓപ്പറേറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഓപ്പറേറ്റേഴ്സ് നോക്കിക്കണം, റിലേഷണൽ ഓപ്പറേറ്റർ, അരിത്മെറ്റിക് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഇതെല്ലാം നോക്കിക്കണം. പിന്നെ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, പ്ലസ് പ്ലസ്, മൈനസ് മൈനസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. കണ്ടീഷണൽ ഓപ്പറേറ്റർ, അങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഓപ്പറേറ്റേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. ഇനി സി ഔട്ടും സി ഇന്നും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്. അതിനകത്തുള്ള എക്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിക്കുക. എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ഡേറ്റ വലിച്ചെടുക്കുകയാണ് അകത്തേക്ക്, അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. അത് ഉപയോഗിക്കുന്ന ഏതാ? സീനാണ് ഉപയോഗിക്കുന്നത്. സീനാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ. അതിന് ഗ്രേറ്റർ ദാൻ സിമ്പിളാണ് അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടത്. ഇനി ഇൻസേർഷൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ പുട്ട് ടു എന്ന് പറയുമ്പോൾ അത് നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേഷനാണ് സി ഔട്ട്. അതിന് ലെസ് ദാൻ ആണ് ഉപയോഗിക്കുന്നത്, മറ്റേതിന് ഗ്രേറ്റർ ദാൻ ആണ് ഉപയോഗിക്കുന്നത്. ഇത് ശ്രദ്ധിച്ചോണം, ഒന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കാസ്കേഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ഓപ്പറേഷൻസ്, ഇപ്പോൾ സി ഇൻ എക്സ്, സി ഇൻ വൈ, ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കൂടെ സി ഇൻ എക്സ് വൈ, അത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് എഴുതാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്പറേഷൻസിനെ പറയുന്ന പേരാണ് കാസ്കേഡിങ് ഓഫ് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ കാസ്കേഡിങ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് ചോദിക്കാം. പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്താണ്? ഹാഷ് വെച്ച് തുടങ്ങുന്ന ഇതാണ് പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെഡർ ഫയൽ എന്താണ്? പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ, CONST, കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോഗ്രാമിൽ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിനാണ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം. പിന്നെ ടൈപ്പ് മോഡിഫയേഴ്സ് ഏതൊക്കെയാണെന്ന്, വാട്ട് ആർ ദ ടൈപ്പ് മോഡിഫയേഴ്സ്? ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഷോർട്ട്, ലോങ്, അൺസൈൻഡ്, സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്, ഇങ്ങനെ 4 തരത്തിലുള്ള ടൈപ്പ് മോഡിഫയേഴ്സ് ഉണ്ട്. നമ്മുടെ എക്സിസ്റ്റിംഗ് ഡാറ്റ ടൈപ്പിന്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ടൈപ്പ് മോഡിഫയേഴ്സ്. ഇനി ഓപ്പറേറ്റേഴ്സ് മുമ്പേ നമ്മൾ പറഞ്ഞതെങ്കിലും അതൊന്നും കൂടെ ശ്രദ്ധിക്കണം. അതുപോലെ ഈക്വലും ഡബിൾ ഈക്വൽസും തമ്മിലുള്ള വ്യത്യാസം, അത് പരീക്ഷയ്ക്ക് ചോദിക്കണം. ഡബിൾ ഈക്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നിനോട് തുല്യമാണോ എന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഡബിൾ ഈക്വൽസ്. സിംഗിൾ ഈക്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ, ഇപ്പോൾ A = 6, അങ്ങനെ ഒരു 6 എന്ന് പറയുന്ന വാല്യൂ എയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സിംഗിൾ ഈക്വൽസ്. അതുപോലെ ഞാനിപ്പം പെട്ടെന്ന് ഓർത്തപ്പം ഒരു കാര്യം കൂടെ പറയുകയാണ്. ഐഡന്റിഫയർ ഉണ്ടാക്കാനുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ റൂൾസ് ഫോർ ഡിക്ലെയറിങ് ആൻ ഐഡന്റിഫയർ? അത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഫസ്റ്റ് ക്യാരക്ടർ എപ്പോഴും ഒരു ലെറ്റർ ആൽഫബറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. അണ്ടർസ്കോർ അല്ലാതെ മറ്റൊരു ക്യാരക്ടറുകളും അനുവദിക്കത്തില്ല. സ്പേസ് പാടില്ല, നമ്പർ വെച്ച് തുടങ്ങാൻ പാടില്ല, ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. കീവേഡ് ഉപയോഗിക്കാൻ പാടില്ല. ആ നിയമങ്ങൾ പഠിച്ചോണം. ആ നിയമങ്ങൾ വെച്ചിട്ടുള്ള കുറച്ച് കീവേഡ് എന്തെങ്കിലുമൊക്കെ വാക്കുകൾ തന്നിട്ട് ചോദിക്കും, ഇതിൽ വാലിഡ് ഐഡന്റിഫയർ ഏതാണ്, അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ഈ റൂൾ അനുസരിച്ച് ഉള്ളത് നോക്കി നിങ്ങൾ ഉത്തരം എഴുതണം. ഇനി അതുപോലെ കുറച്ച് ഷോർട്ട് ഹാൻഡ് ഓപ്പറേഷൻസ് ഉണ്ട്. അതായത് പ്ലസ് ഈക്വൽ ടു A is equal to A plus 6, A is equal to A plus 6 എന്ന് എഴുതുന്നതിന് പകരം A plus equal to 6 എന്ന് എഴുതുക. ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ അങ്ങനത്തെ ആൻസറുകൾ
കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. എ പ്ലസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു എ പ്ലസ് 6 എന്നാണ് അർത്ഥം. അത് ഒന്ന് ഓർക്കണം. അത്രയും ഷോർട്ട്. അതുപോലെ പ്ലസ് പ്ലസും മൈനസ് മൈനസ് അത് തന്നെ പ്ലസ് പ്ലസ് ആദ്യവും പിന്നെ പ്ലസ് പ്ലസ് കൊടുക്കേണ്ടി ചെയ്യും. പ്രീ ഇൻക്രിമെന്റ് പോസ്റ്റ് ഇൻക്രിമെന്റ് അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദ്യം തന്നെ അത് വാല്യൂവിൽ മാറ്റം വരുത്തിയതിന് ശേഷം എടുത്ത് ഉപയോഗിക്കുന്നതാണ് പ്രീ ഇൻക്രിമെന്റ്. പോസ്റ്റ് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ വേരിയബിൾ എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ വാല്യൂ മാറുന്നതിനാണ് പോസ്റ്റ് ഇൻക്രിമെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ധാരാളം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടുള്ളതിനകത്തിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അത് നന്നായിട്ട് നോക്കി മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും, വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കണം. അതുപോലെ എസ്കേപ്പ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക. എസ്കേപ്പ് സീക്വൻസിന് \t എന്ന് പറയുമ്പോൾ ടാബ് സ്പേസിന് വേണ്ടി കൊടുക്കുന്ന സാധനമാണ് \t.